ദ ലവ് സം മോർ എന്ന ഇംഗ്ലീഷ് നോവലിൻ്റെ പ്രകാശനമാണ് ഇന്ന് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. ഈ പുസ്തക പ്രകാശനത്തിന് ഇവിടെ നമ്മോടൊപ്പമുള്ളത് നമ്മുടെ പ്രിയ സാഹിത്യകാരനായ GR ഇന്ദുഗോപൻ സാറാണ്. അദ്ദേഹമാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ജേക്കബ് എബ്രഹാം തന്നെയാണ്. പുസ്തകം പരിചയം നടത്തുന്നത് സുനിത് വർഗീസാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആശംസകൾ അർപ്പിക്കുന്നത്, ഈ പുസ്തകത്തിന് ആശംസകൾ അർപ്പിക്കുന്നത് PK അനിൽകുമാറാണ്. എഴുത്തുകാരനും പ്രാസംഗികനുമായ അദ്ദേഹത്തെയും ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എഴുത്തുകാരനെയും ഞാൻ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആദ്യം പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് കടക്കാം. പുസ്തക പ്രകാശനത്തിനായി GR ഇന്ദുഗോപൻ സാറിനെയും ജേക്കബ് എബ്രഹത്തെയും ഞാൻ ക്ഷണിക്കുന്നു. ഇന്ദുഗോപൻ സാറിന് രണ്ടു വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. സമയം വളരെ പരിമിതമാണ്. അനീഷ് രവീന്ദ്രനാഥൻ്റെ ലവ് സം മോർ എന്ന പുസ്തകമാണ് ഇവിടെ പ്രകാശിതമായത്. ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല, നല്ല രാത്രിയാണ് കൈ കിട്ടിയത്. KV മോഹൻകുമാർ ചേട്ടനാണ് ഇതിനെ സംബന്ധിച്ച് അവതാരിക എഴുതിയിരിക്കുന്നത്. ഇത് വളരെ ഇവോക്കേറ്റീവ്, ന്യൂവാൻസ്ഡ് ആൻഡ് ഡീപ്ലി ഹ്യൂമൻ, മേക്കിംഗ് ദിസ് എ കമ്പല്ലിംഗ് റീഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു കമ്പല്ലിംഗ് റീഡിലേക്ക് ഇത് വരട്ടെ. ഒരു ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജനാണ് അനീഷ് മധ്യപ്രദേശിൽ ജനിച്ചു വളർന്ന ഒരു മലയാളിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകമല്ല, നേരത്തെ തന്നെ 2 പുസ്തകങ്ങൾ ഇറങ്ങിയിട്ട് മൂന്നാമത്തെ നോവലാണ്. ഇവിടെ അദ്ദേഹം ജോലി ചെയ്യാണ് പന്തളത്ത്. അപ്പോൾ കൂടുതൽ പുസ്തകങ്ങൾ വരട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകളും നേർന്നുകൊള്ളുന്നു. നന്ദി. പുസ്തകം ഏറ്റുവാങ്ങിയ ജേക്കബ് എബ്രഹത്തെ ഏറെ സ്നേഹത്തോടെ ഞാൻ 2 വാക്ക് സംസാരിക്കാൻ നിശ്ചയം. ശരിക്കും പറഞ്ഞാൽ എനിക്കത് 3 ദിവസം മുമ്പ് എൻ്റെ PDF അയച്ചു തന്നു. പുസ്തകത്തിൻ്റെ അയച്ചു തന്നപ്പം ഞാനിത് വായിച്ചു. എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടൊരു നോവലാണിത്. ഞാനത് വായിച്ചിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. കാരണം ഞാൻ സംഗീതം എടുത്ത് പറയുമായിരുന്നു, ഇദ്ദേഹം ശരിക്കും ഒരു അനുഷ് ശരിക്കും ഒരു ഇംഗ്ലീഷ് റൈറ്ററിൻ്റെതായ ഒരു ലാംഗ്വേജ് സ്കില്ല് എനിക്ക് ഇതിൻ്റെ അകത്ത് ആദ്യം തന്നെ ഫീൽ ചെയ്തു. കാരണം ഒട്ടും തട്ടും തടവുമില്ലാതെ നമുക്കൊരു സാധാരണ മലയാളികൾ എഴുതുമ്പോൾ, ഇംഗ്ലീഷ് എഴുതുമ്പോൾ അതിൻ്റെ ലാംഗ്വേജിൻ്റെ ഫ്ലേവർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഓഫ് ദി ലാംഗ്വേജ് എന്ന് പറയുന്ന സാധനം നമുക്ക് മിസ് ഔട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് നോവലിൽ നിന്ന്. പക്ഷേ ഇതിൻ്റെ അകത്ത് വളരെ മനോഹരമായൊരു പ്രണയകഥയാണ്, ഒരു ക്യാമ്പസ് ലവ് സ്റ്റോറിയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഗിരി എന്ന് പറയുന്ന ഒരു മെയിൻ ക്യാരക്ടർ വളരെ കാൻഡിഡ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. കാരണം ഓപ്പൺ ആയിട്ടുള്ള ഒരു ന്യൂ ജനറേഷൻ നോവൽ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ജെൻസി കാലഘട്ടത്തിലെ വാട്സപ്പ് സന്ദേശങ്ങൾ, വാട്സപ്പ് മെസ്സേജസ്, അതുവഴിയുള്ള തൻ്റെ പാസ്റ്റിലേക്കുള്ള ഒരു ലവ് അഫെയറിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര, ഒപ്പം ഒരു ഫ്രണ്ട് പിനക്കി എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിനൊപ്പം ഉള്ള യാത്ര, ഒപ്പം കൂർഗും മധ്യപ്രദേശും ഒക്കെ ഇതിൽ കടന്നു വരുന്നുണ്ട്. കൂർഗ് എൻ്റെ വളരെയേറെ ഇഷ്ടപ്പെട്ട, ഞാനൊരു ബേസിക്കലി ഒരു കൂർഗ് വെച്ചൊരു, ഞാൻ ഒരുപാട് തവണ, ഞാൻ കണ്ണൂർ ജോലി ചെയ്തിട്ടുണ്ട് കുറേ കാലം. അപ്പം ഞാൻ ഒരുപാട് തവണ കൂർഗിൽ പോയിട്ടുണ്ട്. കൂർഗിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. അപ്പം ഞാൻ കൂർഗ് വെച്ചൊരു നോവൽ ഞാനും എഴുതി ഉപേക്ഷിച്ചതാണ്. ഇംഗ്ലീഷിൽ തന്നെയാണ് ഞാൻ എഴുതിയത്. എന്നിട്ട് ഞാനത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പക്ഷേ എനിക്ക് ഇതിനകത്ത് ഇദ്ദേഹം ഈ അനുഷ് ഈ കൂർഗിലെ കാര്യങ്ങളും ഈ ഗിരിയുടെ യാത്രകളും ഒക്കെ എഴുതിയപ്പോൾ ഒത്തിരി എനിക്ക് സന്തോഷം തോന്നി. കാരണം അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കൂർഗിനെ ഡിസ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ക്യാരക്ടറിനെ വളരെ മനോഹരമായ അവരുടെ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് ഏറ്റവും ഫീൽ ചെയ്തത്, നമുക്കറിയാം ഇപ്പം കൊളിൻ ഹൂവർ ആണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഈ ലവ് സ്റ്റോറീസിൻ്റെ, കൊളിൻ ഹൂവറിൻ്റെ ഒരു വലിയ ആരാധകനാണ് ഞാൻ. അവരുടെ വെറിറ്റി എനിക്ക് ഭയങ്കര ഹരം പിടിച്ച വായനയാണ് കൊളിൻ ഹൂവർ. വളരെ കാൻഡിഡായിട്ട് എഴുതുന്ന ഒരു റൈറ്ററാണ്. അവരുടെ വെറിറ്റിയൊക്കെ എന്നെ ഒത്തിരി ത്രില്ലടിപ്പിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒത്തിരി
വളരെ ഓപ്പണായിട്ട് ഈ റൈറ്റർ എഴുതാൻ കാണിച്ച ധൈര്യം എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഇദ്ദേഹം എനിക്കൊന്ന് ഫാമിലി ആയിട്ടൊക്കെ കഴിയുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ഓപ്പണായിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സംതിങ് വെരി അതൊരു ഇന്ത്യൻ്റെ ഉള്ളിലുള്ളവർക്ക് മാത്രമേ അങ്ങനെ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അതൊരു റൈറ്റിങ്ങും ഇതും തമ്മിൽ റിയൽ ലൈഫ് സത്യം പറഞ്ഞാൽ പല മലയാളി എഴുത്തുകാരുടെയും പ്രശ്നം അത്ര ഓപ്പണപ്പ് ആവില്ല പലരും. പക്ഷേ അനുഷ് രവിചന്ദ്രനാഥൻ വളരെ ഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഭയവുമില്ലാതെ വിതൗട്ട് എനി റിഗ്രറ്റ്സ് ഓർ എന്താ പറയുന്നത് ഒന്നും ഹോൾഡ് ചെയ്യാതെ അനുഷ് അത് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ കഥ ഞാൻ പറയുന്നില്ല, കാരണം കഥ പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം വായിക്കാനുള്ള ത്രില്ല് കേൾക്കുന്നവർക്ക് നഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ എനിക്കൊന്നു പറയാൻ കഴിയും, ഇതിൻ്റെ ലാംഗ്വേജ് ദാറ്റ് ഈസ് സംതിങ് റിയലി അമേസിങ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം നമുക്ക് ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ ഇത് അവസാനിക്കുന്ന, ഞാൻ സത്യം പറഞ്ഞാൽ സംഗീതയോട് നിങ്ങൾ നേരിട്ട് ചോദിച്ചാലും മതി. സംഗീത അയച്ചു തന്നപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിലാണ് വായിച്ചത്. ഇങ്ങനെ ടെക്സ്റ്റായിട്ടല്ല കിട്ടിയത്, PDF ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ അത് വായിച്ചപ്പോൾ ഞാൻ സംഗീതയെ അന്ന് രാത്രി തന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇദ്ദേഹം ഒരു നല്ല റൈറ്ററാണല്ലോ എന്ന് സംഗീതയെടുത്ത് ഞാൻ പറഞ്ഞു. സാധാരണ നമുക്കറിയാമല്ലോ പുസ്തക പ്രകാശന വേദികളിൽ പല അപ്കമിങ് റൈറ്റേഴ്സും വരുമ്പോൾ അവർ ആദ്യത്തെ ഒരു ഹിക്കപ്സ് അവർക്കുണ്ടാവും. പക്ഷേ ഇദ്ദേഹം ഒരു വളരെ അനുഷ് എഴുതി തെളിഞ്ഞ ഒരാളുടെ ഒരു ഷുവർ ഫൂട്ട് എന്ന് നമ്മൾ പറയാവുന്ന രീതിയിൽ ആഴത്തിൽ തന്നെ പാത ഉറപ്പിച്ച ഒരു റൈറ്ററാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഒപ്പം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് തോന്നിയത് ന്യൂ ഏജിൻ്റെ എല്ലാവിധമായ ന്യൂആൻസസ് ഇതിലുണ്ട്. ബോയ്സ് ഹോസ്റ്റലിനെ പറ്റിയുണ്ട്. ഒപ്പം റൊമാൻസ് ആണ് ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ്. റൊമാൻസിൻ്റെ ഒരു ഭയങ്കര രസകരമായ ഇന്നത്തെ പ്രത്യേകിച്ചും വാട്സപ്പ് നിയന്ത്രിക്കുന്ന ഒരു ലോകത്തെ അതിൻ്റെ ഫാമിലി റിലേഷൻഷിപ്സ് ആയാലും അതിൻ്റെ ടെർബുലൻസ് ആയാലും അതിൻ്റെ അപ്കമിങ്സ് ആയാലും ഒക്കെ അദ്ദേഹം അത് വളരെ മനോഹരമായിട്ട് എഴുതുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കൂടുതൽ പാസ്റ്റിൽ കഴിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇതിലെ ഗിരി. മേ ബി റൈറ്ററിൻ്റെ ഒരു പാസ്റ്റിലെ ലൈഫായിരിക്കും അദ്ദേഹം ഒത്തിരി ചെറിഷ് ചെയ്തെന്ന് തോന്നുന്നു. എന്തായാലും ഈ നോവൽ ടു ലവ് സം മോർ എന്നുള്ളത് നമ്മളെ കൂടുതൽ പ്രേമിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്കും എൻ്റെ കോളേജ് റൊമാൻസും നഷ്ടപ്പെട്ടു പോയ ചില റൊമാൻസുകളെ പറ്റിയൊക്കെ ഓർമ്മ വന്നു. അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ കണ്ടെത്തി ഇനി അവർക്കൊക്കെ ഒരു മെസ്സേജ് അയക്കണമെന്ന് തോന്നിപ്പോയി. ദാറ്റ് ഈസ് സിംപ്ലി ഗ്രേറ്റ്. താങ്ക് യു സോ മച്ച്. ഈ ബുക്ക് ശരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. യു ഷുഡ് റീഡ് ദാറ്റ്. താങ്ക് യു. പുസ്തകം നമുക്കായി പരിചയപ്പെടുത്തുന്നത് സുനിത് വർഗീസാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പരിമിതമായ സമയത്തിൽ നിന്നുകൊണ്ട് പെട്ടെന്ന് ഈ പുസ്തകം ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ലൈഫ് ഈസ് എ ജേർണി ഫ്രം ബർത്ത് ടു ഡെത്ത്. ജന്മം മുതൽ മരണം വരെയുള്ള ഈ കൊച്ചു ലൈഫിൽ ഒരു വ്യക്തി കടന്നു പോകുന്ന പല സാഹചര്യങ്ങളെയാണ് ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത്. സാറ് പറഞ്ഞതുപോലെ ഒരു സ്കൂൾ ലൈഫ് മുതൽ ആരംഭിക്കുന്ന ഒരു ലൈഫിൽ അവൻ കണ്ടുമുട്ടുന്ന വ്യക്തിയെ പ്രണയിക്കുന്നു. അവിടെ നിന്ന് അവനുണ്ടാകുന്ന കുറേ അനുഭവങ്ങൾ, അതിൽ നിന്ന് പഠിക്കുന്ന കുറേ പാഠങ്ങൾ, അടുത്ത ഒരു ബന്ധത്തിലേക്ക് അവൻ ചെന്നെത്തുന്നു. അതവൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വലിയ മാറ്റങ്ങൾ, അവൻ്റെ ജീവിതത്തിലെ പുറകിലേക്ക് അവനെ വലിക്കുന്ന അല്ലെങ്കിൽ അവനെ പിന്തിരിപ്പിക്കുന്ന ഒരുപാട് തീരുമാനങ്ങളിലേക്ക് അവൻ്റെ ക്യാരക്ടർ തന്നെ മാറുന്ന സാഹചര്യങ്ങൾ. അതിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇതല്ല ജീവിതം, മറ്റൊന്നാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും മറ്റൊരു പ്രണയബന്ധം കൊണ്ട് അവൻ്റെ ജീവിതത്തിലെ തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കുന്ന വളരെ മനോഹരമായൊരു ഡെപ്പിക്ഷനാണ് ഈ പുസ്തകത്തിലുള്ളത്. ഏറ്റവും അവസാനം ഒരു വ്യക്തി തിരിച്ചറിയുകയാണ് എന്താണ് സ്നേഹം, എന്താണ് പ്രണയം, വാട്ട് ഈസ് ലൈഫ്, വാട്ട് ഈസ് ദ ആക്ച്വൽ സ്റ്റോറി ഓഫ് ലൈഫ് എന്ന് തിരിച്ചറിവിൻ്റെ ഒരു ഒരു ക്ലൈമാക്സിലേക്ക് എത്തി നിൽക്കുന്ന ഒരു മനോഹരമായൊരു പുസ്തകമാണ്. ഈ പുസ്തകം വളരെ സജസ്റ്റഡ് റീഡിംഗ് ആയിട്ടുള്ളൊരു പുസ്തകമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും സ്നേഹത്തെപ്പറ്റിയും പ്രണയത്തെപ്പറ്റിയുമുള്ള നമ്മുടെ ഔട്ട്ലുക്ക് മാറ്റി എഴുതുന്ന ഒരു പുസ്തകമാണ്. ഹരി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലൂടെ നമ്മളും യാത്ര ചെയ്യുകയാണ്. യാത്രയ്ക്ക് അവസാനം ഹരി എത്തി നിൽക്കുന്ന ഒരു ജംഗ്ഷനിൽ എത്തി നിന്നുകൊണ്ട് നമ്മളും നമ്മളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ പാഠങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്ന വളരെ മനോഹരമായൊരു പുസ്തകമാണ്. ഡോക്ടർ അനുഷ് ഒരു ഡെൻ്റൽ ഡോക്ടറാണ്. ഒരു ഡോക്ടറിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നല്ല അദ്ദേഹം അത് എഴുതുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ മനോഹാരിത. അതൊരു എഴുത്തുകാരൻ്റെ ഭാഷയിലേക്ക്, ആ തൂലികയിലേക്ക് അത് വരുമ്പോൾ ആ ഒരു പിക്ചർ തന്നെ മാറി മറിയുകയാണ്. സോ ഐ കൺഗ്രാജുലേറ്റ് ആൻഡ് എല്ലാ വിശ്വസും ഡോക്ടർ അനുഷിന് തരികയാണ്. സോ ഈ പുസ്തകത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആശംസകൾ അർപ്പിക്കുന്നതിനായി PK അനിൽകുമാറിനെ ക്ഷണിക്കുന്നു. 2005 അമേരിക്കൻ യുവകവിയായ ഡാന ജിയോ
ഈ സൈബറിടത്തിലെ സർഗാത്മകതകളെ കാലത്തിൻ്റെ മഷിമാഞ്ഞു പോകുന്ന വരികൾ, അച്ചടി കേന്ദ്രീകൃതമായ സാംസ്കാരിക അന്തരീക്ഷം അപ്രത്യക്ഷമാകുന്ന ഒരു സാംസ്കാരിക പരിസരത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് അനുഷ് ഡോക്ടർ ഇതിൻ്റെ ഗൃഹാതുരത്വങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ഈ സത്യാനന്തര കാലത്ത് എഴുത്തുകാരൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം എന്ന് പറഞ്ഞത് FB ആണ്, സോഷ്യൽ മീഡിയ ആണ്. അതിനിടയിലായ ജേക്കബ് എബ്രഹാം പറഞ്ഞതുപോലെ ഈ പുതുതലമുറയുടെയും പുതിയ കാലത്തിൻ്റെയും സ്പന്ദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ധൈഷണികതയുടെ ദുർഗ്രഹതകളില്ലാതെ ചൊടിപ്പിക്കുന്ന ഭാഷയുടെ അലങ്കാരങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ഒരു നിർമ്മലവും സ്വച്ഛന്ദ ശാന്തവുമായ ഒരു അരുവി ഒഴുകിപ്പോകുന്നത് പോലെ ഗിരി ഗൈക്വാദ്, ഖുശ്വന്ത് സിംഗിൻ്റെ സഖികളും ഞാനും യഥാർത്ഥത്തിൽ കാമാസക്തമായ ജീവിത രീതിയുടെ സംഗീതമാണെങ്കിൽ ഇതിലെ ഷാരോണും ദേവനന്ദയും ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ ജീവിതം ഒരു മനുഷ്യൻ്റെ ആത്മീയമായ പ്രണയത്തിൻ്റെ വിഭിന്ന ഭാവങ്ങളെയാണ് ഹൃദയത്തെ ചുംബിക്കുന്ന ഭാഷയിൽ ഡോക്ടർ ഇവിടെ കുറിച്ചിട്ടിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ ഫലശ്രുതി ദർശനം എന്താണെന്ന് ചോദിച്ചാൽ, പ്രതിസന്ധിയുടെ അപരിഹൃതമായ സങ്കീർണതകളിൽ നിങ്ങൾ കുരുങ്ങുമ്പോഴും അവയൊക്കെ അതിജീവിച്ച് അവയെ അഭിമുഖീകരിച്ച് തന്നെ നിങ്ങൾ പുറത്തു വരണമെന്നും വ്യത്യസ്തങ്ങളായ പ്രണയകാമനകളുടെ സങ്കീർത്തനങ്ങളാണ് ഈ പുസ്തകമെന്നും അത് വായനാക്ഷമമായ പ്രണയം പെയ്തൊഴിഞ്ഞ ഒരു കാലത്ത് കണ്ണുനീർ പുരളാത്ത ഒരു തുള്ളി രക്തമെങ്കിലും പ്രണയത്തിന് നൽകാനാകാത്ത ഒരു കാലത്ത് പ്രണയത്തെ അതിൻ്റെ വിശുദ്ധിയുടെ നിറവിൽ ഒരു പുരുഷൻ്റെ സ്വത്വ സംഘർഷങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ടെടുക്കുന്ന ഈ പുസ്തകം ആംഗലേയ ഭാവനയിൽ നക്ഷത്ര വിളക്കുകൾ കൊളുത്തട്ടെ എന്ന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് പിൻവാങ്ങുന്നു. നന്ദി, നമസ്കാരം. ഈ സമയപരിമിതി സഹകരിച്ചുകൊണ്ട് വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദിയുടെ 2 വാക്ക് പറയാൻ അനുഷിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് ഈവനിങ്. ആദ്യമായി ഇന്ദുഗോപൻ സാർ ഇന്നലെ അറിഞ്ഞതേ ഉള്ളൂ. സാർ പറഞ്ഞു സാർ ബുക്ക് വായിച്ചിട്ടില്ല, എന്നിട്ട് പോലും ഒരു ബിഗിനറിന് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ച് ഈ സ്റ്റേജിൽ വന്നതിന് സാർ വളരെ നന്ദി. സാർ ദാറ്റ് ഷോസ് യുവർ ക്യാരക്ടർ സർ. താങ്ക് യു വെരി മച്ച്. ആൻഡ് ജേക്കബ് സാർ ഇന്നലെ സംസാരിച്ചു. അപ്പോൾ ജേക്കബ് സാർ എന്നോട് പറഞ്ഞു നല്ല ബുക്കാണ് കേട്ടോ, ഞാൻ വായിച്ചു. സാർ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അപ്പോൾ തന്നെ അമ്മയെ വിളിച്ചു പറഞ്ഞു, ഭാര്യയെ വിളിച്ചു പറഞ്ഞു, സാർ അങ്ങനെ പറഞ്ഞു കേട്ടോ. സോ സാർ ആ പുസ്തകം ഏറ്റുവാങ്ങിയതിനും ഒരു ബിഗിനറിന് തരുന്ന സപ്പോർട്ട് ദാറ്റ് മീൻസ് എ ലോട്ട്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഇതുപോലെ ഒരു വേദിയിൽ പുസ്തകം പബ്ലിഷ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞാൽ കള്ളം പറയുക. ആദ്യത്തെ പുസ്തകം എഴുതുമ്പോൾ തൊട്ടത് ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ പ്രതീക്ഷിച്ചിട്ടില്ല അത് സംഭവിക്കുമെന്ന്. അങ്ങനെ ഒരു കാര്യം സാധിച്ചു തന്ന സംഗീത മാഡത്തിനും സൈക്കഥം ബുക്സിനും ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓർഗനൈസിങ് കമ്മിറ്റിക്കും എല്ലാവർക്കും താങ്ക് യു. അനിൽകുമാർ സാർ ഓരോ പ്രാവശ്യം സംസാരിക്കുമ്പം ദൈവം ഇത് കഴിഞ്ഞ് ഞാൻ പോയി സംസാരിക്കേണ്ടി വരുമല്ലോ എന്നുള്ള പേടിയായിരുന്നു. എന്ത് ഭംഗിയായിട്ടാണ് സാർ സംസാരിക്കുന്നത്. സാറ് ആ പുസ്തകം ഉൾക്കൊണ്ട് മനസ്സിലാക്കി പറഞ്ഞു കൊടുത്തതിന് സാറിൻ്റെ ഗ്രീറ്റിങ്സിന് താങ്ക് യു. സുനിത് സാർ വളരെ ബിസി ആയിട്ടുള്ള ബിസിനസ്മാൻ ആണെന്ന് എനിക്കറിയാം, ബട്ട് ഡിസ്പൈറ്റ് ദാറ്റ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി സാർ ഇവിടം വരെ വന്നു, സംസാരിച്ചു. താങ്ക് യു വെരി മച്ച്. ഈ ബുക്ക് ജേക്കബ് സാർ പറഞ്ഞ പോലെ തന്നെ ദിസ് ബുക്ക് ഈസ് പേഴ്സണൽ ടു മീ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, എൻ്റെ ഫ്രണ്ട്സിന്, എൻ്റെ ചുറ്റുമുള്ള ബാക്കിയുള്ള ആൾക്കാർക്ക് പറ്റിയ അബദ്ധങ്ങൾ, മിസ്റ്റേക്സ്, അതിൽ നിന്ന് എന്ത് പഠിച്ചു, എങ്ങനെ ജീവിതം മാറി, നമ്മൾ എന്തായി മാറി ഒരു 30-40 കൊല്ലം കഴിയുമ്പം എന്നാണ് ഞാൻ ഇതിൻ്റെ അകത്ത് എഴുതാൻ ആഗ്രഹിച്ച് ഇൻസ്പയർ ചെയ്തത്. ആൻഡ് ഐ എം വെരി പ്രൗഡ് ദാറ്റ് ഈ ബുക്ക് ഞാൻ പബ്ലിഷ് ചെയ്യുന്ന എൻ്റെ വൈഫിൻ്റെ മുമ്പിൽ, മൈ റിയൽ ലൈഫ് ലവ്, ഷി വാസ് മൈ ഗേൾ ഫ്രണ്ട്, എൻ്റെ കോളേജിലെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു, ഇപ്പോൾ എൻ്റെ ഭാര്യയാണ്. അപ്പം ഞങ്ങളുടെ ലൈഫ് ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ പലർക്കും കാണാൻ സാധിക്കും. സോ പുള്ളിക്കാരി ഡോക്ടർ ബിന്ധ്യ, പുള്ളിക്കാരുടെ മുമ്പ് ഇത് പ്രകാശിച്ചതിന് താങ്ക് യു. PT പീരീഡ് മിസ് ചെയ്തിട്ട് ഞങ്ങളുടെ കൂടെ വന്ന മോൻ അയാൻ, താങ്ക് യു. സോഷ്യൽ മീഡിയ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല, സോഷ്യൽ മീഡിയ എന്നെ പഠിപ്പിച്ച് തന്നത് എൻ്റെ സ്റ്റാഫായ കാവ്യ, അതുകൊണ്ട് ഞാൻ പുള്ളിക്കാരി എൻ്റെ കൂടെ പേഴ്സണലി കൊണ്ടുവന്നിരിക്കുന്നത്. താങ്ക് യു കാവ്യ. പിന്നെ ഈ വേദിയിലിരിക്കുന്ന ഈ കേൾക്കുന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ ആരും കാണത്തില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സമയം ചെലവഴിച്ച് ഇവിടെ നിന്നു, പ്രകാശനം കണ്ടു, കേട്ടു. താങ്ക് യു വെരി മച്ച്. ദിസ് മീൻസ് എ ലോട്ട് ഫോർ എ ബിഗിനർ. ആൻഡ് വൺസ് അഗെയിൻ
last. Wish you all lots of happiness, lots of love, and lots of understanding in life. Thank you.